റയൽ മാഡ്രിഡ് തകർന്ന തരിപ്പണായി. മാനസികമായിട്ടും ഈ ഒരു തോൽവി അവരെ വളരെയധികം ബാധിക്കും. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി 98-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് ഹെഡറിലൂടെ ഗോളാക്കി ബെൻഫിക്കയുടെ അനൊറ്റലി ട്രൂബിൻ എന്ന ഗോൾ കീപ്പർ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് വെറും ഒരു ഗോളായിരുന്നില്ല, അത് റയൽ മാഡ്രിഡ് എന്ന വൻമരത്തിന്റെ പതനാണ് നമ്മളാ കണ്ടത്. മത്സരശേഷം അദ്ദേഹം പറഞ്ഞത് അതൊരു ക്രേസി മൊമെന്റ് ആയിരുന്നു. എനിക്കൊന്നും അറിയില്ല, കോച്ച് എന്നോട് പറഞ്ഞു കയറി പോവാൻ, ഞാൻ കയറിപ്പോയി ഗോൾ അടിച്ചു. അല്ലെങ്കിൽ മൊറീഞ്ഞോ അങ്ങനെയാണ്, കാരണം മൊറീഞ്ഞോ ആണ് പുള്ളിക്കാരനോട് കയറി പോകാൻ പറഞ്ഞത്, അവിടെ പോയിട്ട് ഗോൾ അടിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ സുൽത്താനാണ് മൊറീഞ്ഞോ, എങ്ങനെ ഒരു കളി ജയിക്കണം എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. മറുഭാഗത്ത് റയൽ മാഡ്രിഡ് മാനസികമായി തകർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 9 പേരായി ചുരുങ്ങിയ റയൽ മാഡ്രിഡിന് ഈ ഗോൾ താങ്ങാതിലപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് അർബലാവോ പറഞ്ഞത് ബെൻഫിക്ക തങ്ങളെ തകർത്തു കഴിഞ്ഞു, അവരായിരുന്നു മികച്ചതെന്ന്. കളിക്ക് ശേഷം അർബലാവോ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. എന്തായാലും റയൽ മാഡ്രിഡ് തകർന്ന തരിപ്പണായി. മാനസികമായിട്ടും ഈ ഒരു തോൽവി അവരെ വളരെയധികം ബാധിക്കും. കാരണം വളരെയധികം ബാധിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അവരെ ഹോണ്ട് ചെയ്യുന്ന ഒരു തോൽവിയാണിത്. എന്തായാലും ബെൻഫിക്ക തകർത്തു, പൊളിച്ചു. അങ്ങനെ ടോപ്പ് 8 റയൽ മാഡ്രിഡ് ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പ്ലേ ഓഫ് കളിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. മറുഭാഗത്ത് ബാർസലോണ, ടോപ്പ് 8 ഇല്ലായിരുന്ന ബാർസലോണ ഇപ്പൊ ടോപ്പ് 8 നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. എന്തായാലും റയൽ മാഡ്രിഡിന്റെ കഷ്ടകാലം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോ പ്ലേ ഓഫ് കളിച്ച് റയൽ മാഡ്രിഡ് തിരിച്ചു വരാനാവുമോ ചാമ്പ്യൻസ് ലീഗിലേക്ക്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ.